Ramanuja Institute of Accounting. Your perfect career craftsman. Hi all, you are welcome to a new video of Ramanuja Institute of Accounting. ഇന്ന് +1 അക്കൗണ്ടൻസി എക്സാം സ്പെഷ്യലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിംഗ് എന്ന ചാപ്റ്ററിലുള്ള അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഇതിൽ സെക്കൻഡ് ലെസൺ ആണ് ഡിസ്കസ് ചെയ്യുന്നത്, തിയറി ബേസ് ഓഫ് അക്കൗണ്ടിംഗ്. അപ്പോൾ ഇതിൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെസൺ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ സാധാരണയായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്യാപ്പ്, GAAP. അതിൻ്റെ എക്സ്പാൻഷൻ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഗ്യാപ്പ്, GAAP, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ ഒരു എക്സ്പാൻഷൻ ചോദിക്കാം. അതുപോലെ എന്താണ് ഗ്യാപ്പ്, അപ്പോൾ അതെന്താണെന്ന് നോക്കാം. In order to ensure uniformity in accounting procedures and methods, certain accounting principles have been accepted by accountants all over the world. The rules and guidelines used in preparing accounting reports are termed as generally accepted accounting principles, GAAP. അപ്പോൾ എന്താണ് ഗ്യാപ്പ്? The rules and guidelines used in preparing accounting reports are termed as generally accepted accounting principles. These principles are also referred as concepts and conventions. അപ്പോൾ ഇവിടെ ഇതിൽ ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്. The basic accounting concepts are referred to as the fundamental ideas or basic assumptions underlying the theory and practice of financial accounting, which are developed by the accounting profession. The important concepts are, അപ്പോൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ്? ബിസിനസ് എൻറ്റിറ്റി, മണി മെഷർമെൻറ്റ്, ഗോയിങ് കൺസേൺ, അക്കൗണ്ടിങ് പീരിയഡ്, കോസ്റ്റ്, ഡ്യുവൽ ആസ്പെക്ട് ഓർ ഡ്യുവാലിറ്റി, revenue recognition or realization, matching, full disclosure, consistency, conservatism or prudence, materiality, objectivity. ഇത്രയാണ് ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്. അപ്പോൾ ഓരോ കോൺസെപ്റ്റും എന്താണെന്ന് നോക്കാം. അതിന് പുറമെ ഓരോ കോൺസെപ്റ്റിൽ നിന്നും എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനും അപ്പോൾ തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ, business entity concept. This concept assumes that the entity of business is different from its owners. ആ ഒരു ബിസിനസ്സിൻ്റെ ഓണർ വേറെ, ബിസിനസ് വേറെ, രണ്ടും രണ്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത്. ഓണർ വേറെ, ബിസിനസ് വേറെ, രണ്ടും രണ്ടാണ്. അപ്പോൾ ഇതിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എന്തെങ്കിലും ഒരു സെൻറ്റൻസ് തരും, അത് ഏത് കോൺസെപ്റ്റിലാണ്, ഏത് അക്കൗണ്ടിങ് കോൺസെപ്റ്റിലാണ് വരുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഈ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചോ. വെച്ചാൽ ഏത് കോൺസെപ്റ്റ് ആണെന്ന് നമ്മൾ പറയേണ്ടി വരും. എക്സാമിന് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ്. ഒന്ന്, ക്യാപിറ്റൽ ഈസ് ട്രീറ്റഡ് ആസ് ലയബിലിറ്റി ഓഫ് ദ ബിസിനസ്. ക്യാപിറ്റൽ ഈസ് ട്രീറ്റഡ് ആസ് ലയബിലിറ്റി ഓഫ് ദ ബിസിനസ്. അത് ഏതാണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. അപ്പോൾ ഓർക്കാം. അതിന് പുറമെ മറ്റൊരു ക്വസ്റ്റ്യൻ, ബിസിനസ് മാൻ ആൻഡ് ദ ഫേം ആർ സെപ്പറേറ്റ് എൻറ്റിറ്റീസ്. ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ വ്യത്യസ്ത രീതിയിലാണ് ചോദിക്കുന്നത്. ബിസിനസ് മാൻ ആൻഡ് ദ ഫേം ആർ സെപ്പറേറ്റ് എൻറ്റിറ്റീസ്. അത് ഏതാണ് കോൺസെപ്റ്റ്? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. മറ്റൊരു ക്വസ്റ്റ്യൻ, ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ഓണർ ആൻഡ് ബിസിനസ് ആർ റെക്കോർഡഡ് സെപ്പറേറ്റ്ലി. Transaction between owner and business are recorded separately. Business entity concept. Next, owner is treated as a creditor to the business. Owner is treated as a creditor to the business. അത് എന്താണ്? Business entity concept. Next, personal transactions of the owner should not be included in the books of accounts of the business.
Personal transactions of the owner should not be included in the books of accounts of the business. അതെന്താണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് തന്നെ പല രീതിയിൽ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അതിൻ്റെ മീനിങ് മനസ്സിലാക്കി ആൻസർ ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. അപ്പോൾ അതെന്താണ് പറയുന്നത്? മണി മെഷർമെൻറ്റ് അല്ലേ, നമ്മൾ എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനും എന്താണ് മെഷേർഡ് ബൈ മണിയാണ്. അപ്പോൾ അതാണ് ഈ ഒരു കോൺസെപ്റ്റിൽ പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ്, ട്രാൻസാക്ഷൻസ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി ഓൺലി ആർ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ക്യാഷ് കൊണ്ട് മെഷർ ചെയ്യാൻ സാധിക്കാവുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. അപ്പോൾ അതിൽ നിന്നും വരാൻ സാധ്യതയുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. എ ബിസിനസ് ഓൺസ് 2 buildings. ഇറ്റ് കനോട്ട് ബി അക്കൗണ്ടഡ്. എ ബിസിനസ് ഓൺസ് 2 buildings. ഇറ്റ് കനോട്ട് ബി അക്കൗണ്ടഡ്. അതെന്താണ്? മണി മെഷർമെൻറ്റ്. അതുപോലെ ട്രാൻസാക്ഷൻസ് വിച്ച് ആർ മെഷറബിൾ ഇൻ ടേംസ് ഓഫ് മണി ഓൺലി ബി റെക്കോർഡഡ്. ട്രാൻസാക്ഷൻസ് വിച്ച് ആർ മെഷറബിൾ ഇൻ ടേംസ് ഓഫ് മണി ഓൺലി ബി റെക്കോർഡഡ്. അതെന്താണ് കോൺസെപ്റ്റ്? മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. നെക്സ്റ്റ്, 10 kilo rice at ₹20 purchased by a grocery shop recorded it as ₹2000. അതേതാണ് കോൺസെപ്റ്റ്? മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. 100 kg റൈസ് അറ്റ് ₹20. അപ്പോൾ 100 × 22,000 അല്ലേ. പർച്ചേസ്ഡ് ബൈ എ ഗ്രോസറി ഷോപ്പ് റെക്കോർഡഡ് ഇറ്റ് ആസ് ₹2000. അപ്പോൾ അതെന്താണ്? മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. നെക്സ്റ്റ്, all business events may not be recorded in books of accounts. All business events may not be recorded in books of accounts. ഏതാണ് കോൺസെപ്റ്റ്? മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. ഈ എല്ലാ ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക. കാരണം ഓരോ കോൺസെപ്റ്റ് പഠിപ്പിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. നെക്സ്റ്റ്, ക്വാളിറ്റീസ് ഓഫ് എ മാനേജർ കനോട്ട് ബി അക്കൗണ്ടഡ്. ഒരു മാനേജറുടെ ക്വാളിറ്റീസ് ഒരിക്കലും നമ്മൾ അക്കൗണ്ട് ചെയ്യില്ല, കാരണം അത് മണി കൊണ്ട് മെഷർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതേതാണ് കോൺസെപ്റ്റ്? മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. നെക്സ്റ്റ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ്, ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ ബിസിനസ് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ: ചാർജിങ് ഡെപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ്സ് എവറി ഇയർ ടിൽ ദ എൻഡ് ഓഫ് ഇറ്റ്സ് ലൈഫ്. ചാർജിങ് ഡെപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ് എവറി ഇയർ ടിൽ ദ എൻഡ് ഓഫ് ഇറ്റ്സ് ലൈഫ്. അതേതാണ്? ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. നെക്സ്റ്റ്, ABC ലിമിറ്റഡ് സോൾഡ് ഗുഡ്സ് ടു XYZ ലിമിറ്റഡ് ഓൺ ക്രെഡിറ്റ് അസ്യൂമിങ് ദാറ്റ് ദേ ക്യാൻ റിയലൈസ് ദ എമൗണ്ട് ഇൻ ഫ്യൂച്ചർ. എന്നുവെച്ചാൽ പിന്നീട് ആ എമൗണ്ട് റിയലൈസ് ചെയ്യാം. അപ്പോൾ അത് ഏതാണ് കോൺസെപ്റ്റ്? ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. നെക്സ്റ്റ്, ബിസിനസ് ഹാസ് ഇൻഡെഫിനിറ്റ് ലൈഫ്. അതെന്താണ്? ഗോയിങ് കൺസേൺ കോൺസെപ്റ്റാണ്. നെക്സ്റ്റ്, അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ്. ദ പീരിയഡ് ഓഫ് ഇൻ്റർവെൽ ഫോർ വിച്ച് അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് ടു നോ ദ പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് വാട്ട് എക്സാക്ട്ലി ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ് ഈസ് കോൾഡ് അക്കൗണ്ടിങ് പീരിയഡ്. അപ്പോൾ ഈ അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ദ ഓണർ ഓഫ് എ ബിസിനസ് കനോട്ട് വെയിറ്റ് ടിൽ ദ ക്ലോസർ ഓഫ് ദ ബിസിനസ് ടു നോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ. എന്താണത്? അക്കൗണ്ടിങ് പീരിയഡ്. ദ ഓണർ ഓഫ് എ ബിസിനസ് കനോട്ട് വെയിറ്റ് ടിൽ ദ ക്ലോസർ ഓഫ് ദ ബിസിനസ് ടു നോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ. അതെന്താണ്? അക്കൗണ്ടിങ് പീരിയഡ്. നെക്സ്റ്റ്, കോസ്റ്റ് concept. This principle assumes that all assets are to be recorded at the total amount paid to acquire them, and this cost is the basis for all subsequent accounting for those assets. ഈ പ്രിൻസിപ്പിൾസിൽ എന്താണ് പറയുന്നത്? ഒരു അസറ്റ് അതിൻ്റെ വാല്യൂ റെക്കോർഡ് ചെയ്യുന്നത് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് പെയ്ഡ്. ആ ഒരു അസറ്റ് നമ്മൾ വാങ്ങിക്കുമ്പോഴും അത് കൊണ്ടുവരുമ്പോഴും ടോട്ടൽ എമൗണ്ട് എത്ര പേ ചെയ്തു, ആ ടോട്ടൽ എമൗണ്ട് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. എ മെഷീനറി പർച്ചേസ്ഡ് ഫോർ ₹5,000, ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ₹1,000,
and installation cost rupees 2000. The amount of transaction recorded is 8000. എന്ന് വെച്ചാൽ അസറ്റിൻ്റെ വാല്യൂ 5000 പ്ലസ് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് 1000 പ്ലസ് ഇൻസ്റ്റോളേഷൻ ചാർജ് 2000. അതിൻ്റെ ടോട്ടൽ 8000 ആണ്. അപ്പോൾ ആ 8000 ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കോസ്റ്റ് കോൺസെപ്റ്റ്. നെക്സ്റ്റ്, increase or decrease in the market value of an asset is not accounted. Increase or decrease in the market value of an asset is not accounted. അതേതാണ് കോൺസെപ്റ്റ്? കോസ്റ്റ് കോൺസെപ്റ്റ്. നെക്സ്റ്റ്, ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ഡ്യുവൽ ആസ്പെക്ട്, രണ്ട് ഘടകങ്ങൾ, അതാണ് ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾസിൽ പറയുന്നത്. This is the basic principles of accounting. According to this concept, every transaction has two aspects. They are receiving aspect called debit and giving aspect called credit. That is, at least two accounts are involved in recording a transaction. For example, bought മെഷീനറി വാങ്ങിച്ചു. അപ്പോൾ അവിടെ വരുന്ന രണ്ട് എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഒന്ന് മെഷീനറി, മറ്റൊന്ന് ക്യാഷ്. അപ്പോൾ അതാണ് ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾസിൽ പറയുന്നത്. എന്ന് വെച്ചാൽ ഫോർ എവറി ഡെബിറ്റ് ദർ ഇസ് എ കറസ്പോണ്ടിങ് ക്രെഡിറ്റ്. ഒരു ഡെബിറ്റിന് കറസ്പോണ്ടിങ് ആയ ഒരു ക്രെഡിറ്റ് ഉണ്ടായിരിക്കും. അവിടെ ഡബിൾ എൻട്രി, രണ്ട് ആസ്പെക്ട്സ് വരുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടോട്ടൽ ഡെബിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ക്രെഡിറ്റ്സ്. അതെന്താണ്? ഡ്യുവൽ ആസ്പെക്റ്റ് ആണ്. അതുപോലെ നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ്. അതെന്താണ്? ഡ്യുവൽ ആസ്പെക്റ്റ്. എവറി ട്രാൻസാക്ഷൻ ഹാസ് ടു ആസ്പെക്റ്റ്. അതെന്താണ്? ഡ്യുവൽ ആസ്പെക്റ്റ്. ഫോർ എവറി ഡെബിറ്റ് ദർ ഈസ് എ കറസ്പോണ്ടിങ് ക്രെഡിറ്റ്. For every debit there is a corresponding credit. അതെന്താണ്? ഡ്യുവൽ ആസ്പെക്റ്റ് ആണ്. നെക്സ്റ്റ്, റവന്യൂ റെക്കഗ്നിഷൻ ഓർ റിയലൈസേഷൻ കോൺസെപ്റ്റ്. റവന്യൂ ഈസ് ദ എമൗണ്ട് വിച്ച് എ ബിസിനസ് ഏൺസ് ത്രൂ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ ബൈ പ്രൊവൈഡിങ് സർവീസസ്. നമ്മൾ കഴിഞ്ഞ ലെസണിൽ പഠിച്ചു അല്ലേ എന്താണ് റവന്യൂ. അപ്പോൾ ഈ റവന്യൂ റെക്കഗ്നിഷൻ കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യനുകൾ നമുക്ക് നോക്കാം. Sales revenue is recorded when goods are delivered to the customers. Sales revenue is recorded when goods are delivered to the customers. അതെന്താണ്? റവന്യൂ റെക്കഗ്നിഷൻ ആണ്. In case of hire purchase system, sales are assumed to the extent of installments due whether paid or not. In case of hire purchase system, sales are assumed to the extent of installments due whether paid or not. അതെന്താണ്? റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ ആണ്. നെക്സ്റ്റ്, സെയിൽസ് ഈസ് റെക്കോർഡഡ് when the title of goods passes from the seller to the buyer, either cash or credit. അതെന്താണ്? റവന്യൂ റെക്കഗ്നിഷൻ. Sales is recorded when the title of goods passes from the seller to the buyer. അതെന്തായിരിക്കാം? ക്യാഷ് ആവാം, ക്രെഡിറ്റ് ആവാം. അതേതാണ് പ്രിൻസിപ്പിൾ വരുന്നത്? റവന്യൂ റെക്കഗ്നിഷൻ. നെക്സ്റ്റ്, റവന്യൂ ഈസ് ഏൺഡ് ഓർ റെക്കഗ്നൈസ്ഡ് അറ്റ് ദ പോയിന്റ് ഓഫ് സെയിൽ. അതെന്താണ്? റവന്യൂ റെക്കഗ്നിഷൻ ആണ്. റവന്യൂ ഈസ് ഏൺഡ് ഓർ റെക്കഗ്നൈസ്ഡ് അറ്റ് ദ പോയിന്റ് ഓഫ് സെയിൽ. റവന്യൂ റെക്കഗ്നിഷൻ. Next, in case of a contract work, the profit is calculated on the basis of work certified for each year. In case of a contract work, the profit is calculated on the basis of work certified for each year. അതുകൊണ്ടാണ് റവന്യൂ റെക്കഗ്നിഷൻ ആണ്. നെക്സ്റ്റ്, മാച്ചിങ് കോൺസെപ്റ്റ്. മാച്ചിങ് കോൺസെപ്റ്റ്, ഇറ്റ് states that expenses incurred in an accounting period should be matched with revenues during that period. അപ്പോൾ ഇവിടെ ഈ മാച്ചിങ് കോൺസെപ്റ്റിന്റെ കേസിൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു റവന്യൂ മൈനസ് എക്സ്പെൻസസ്. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു റവന്യൂ മൈനസ് എക്സ്പെൻസ്. അപ്പോൾ മാച്ചിങ് കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. കമ്പയർ എക്സ്പെൻസസ് വിത്ത് റവന്യൂ ഓഫ് എൻ അക്കൗണ്ടിംഗ് പീരിയഡ്.
കമ്പയർ എക്സ്പെൻസസ് വിത്ത് റവന്യൂ ഓഫ് എൻ അക്കൗണ്ടിങ് പീരിയഡ്. ഏതാണ് കോൺസെപ്റ്റ്? മാച്ചിങ്. എക്സ്പെൻസസ് ആർ ഇൻകേർഡ് ഫോർ ഏർണിംഗ് റവന്യൂ. എക്സ്പെൻസസ് ആർ ഇൻകേർഡ് ഫോർ ഏർണിംഗ് റവന്യൂ. അതെന്താണ്? മാച്ചിങ്. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു റവന്യൂ മൈനസ് എക്സ്പെൻസസ്. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു റവന്യൂ മൈനസ് എക്സ്പെൻസസ്. മാച്ചിങ് കോൺസെപ്റ്റ്. അതുപോലെ നമ്മൾ നേരത്തെ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചാർജിങ് ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസെറ്റ് എവറി ഇയർ ടിൽ ദ എൻഡ് ഓഫ് ഇറ്റ്സ് ലൈഫ്. അത് നേരത്തെ നമ്മൾ ഗോയിങ് കൺസേൺ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാച്ചിങ് കോൺസെപ്റ്റിലും ഉൾപ്പെടുന്നതാണ്. നെക്സ്റ്റ്, റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് ഈസ് ആഡഡ് ടു റെന്റ് അക്കൗണ്ട്. റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് ഈസ് ആഡഡ് ടു റെന്റ് അക്കൗണ്ട്. അതെന്താണ്? മാച്ചിങ് കോൺസെപ്റ്റ് ആണ്. നെക്സ്റ്റ്, ഫുൾ ഡിസ്ക്ലോസർ കോൺസെപ്റ്റ്. Accounting statements must be prepared honestly and should contain all relevant material information and their accompanying footnotes regarding the financial position of the business. അപ്പോൾ ഈ ഫുൾ ഡിസ്ക്ലോസർ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് വരാവുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഡിസ്ക്രിപ്ഷൻ തരും, അതിൻ്റെ കോൺസെപ്റ്റ് ഏതാണെന്നാണ് പറയേണ്ടത്. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഷോൺ ഇൻ ബാലൻസ് ഷീറ്റ്. അതെന്താണ്? ഫുൾ ഡിസ്ക്ലോഷർ ആണ്. Assets and liabilities shown in balance sheet. Full disclosure. Contingent liabilities are shown as a footnote in balance sheet. Contingent liabilities are shown as a footnote in balance sheet. അതെന്താണ്? Full disclosure. Accounting statements should contain all relevant material information and their accompanying footnotes. Accounting statements should contain all relevant material information and their accompanying footnotes. അതെന്താണ്? Full disclosure. Next concept, consistency concept. The accounting information provided by the financial statements would be useful only when it allows comparison over a period of time as well as with the working of other enterprises. അപ്പോൾ നമുക്ക് കൺസിസ്റ്റൻസി കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് വരാവുന്ന ചോദ്യങ്ങൾ നോക്കാം. ഫോളോയിങ് സെയിം അക്കൗണ്ടിംഗ് പ്രാക്ടീസസ് ഇയർ ആഫ്റ്റർ ഇയർ. ഫോളോയിങ് സെയിം അക്കൗണ്ടിംഗ് പ്രാക്ടീസസ് ഇയർ ആഫ്റ്റർ ഇയർ. അതെന്താണ്? കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്. Method of charging depreciation should not be changed year after year. Method of charging depreciation should not be changed year after year. Depreciation calculate ചെയ്യുന്ന മെത്തേഡ് ഓരോ വർഷവും ചേഞ്ച് ചെയ്യാൻ പാടില്ല. അത് തന്നെയാണ് നേരത്തെ ആ ടൈപ്പ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഏതാണ് കോൺസെപ്റ്റ് വരുന്നത്? കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്. നെക്സ്റ്റ്, കൺസർവേറ്റിസം കോൺസെപ്റ്റ്. This principle is also called prudence, which states that anticipated profits are not to be considered but only possible losses while recording business transactions. ഇപ്പോൾ ഈ കൺസർവേറ്റിസം കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അതിന് പുറമെ ഇവിടെ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെൻട്രി ഈസ് വാല്യൂഡ് അറ്റ് ഡാഷ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ലഭിക്കുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കാം. അവിടെ നിങ്ങൾക്ക് കോസ്റ്റ് പ്രൈസ്, മാർക്കറ്റ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ, കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ഹയർ, ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് തരാം. അപ്പോൾ നിങ്ങൾ ഏത് സെലക്ട് ചെയ്യണം? കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെൻട്രി, സ്റ്റോക്കിന് പറയുന്ന മറ്റൊരു പേരാണ് ഇൻവെൻട്രി. ക്ലോസിംഗ് സ്റ്റോക്ക് ഓർ ഇൻവെൻട്രി ഈസ് വാല്യൂഡ് അറ്റ് ഡാഷ്. എന്താണ് അതിൻ്റെ ആൻസർ? കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാവുന്നത്. പിന്നെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് തരും, അത് ഏത് കോൺസെപ്റ്റിലാണെന്ന് നമ്മൾ പറയണം. അപ്പോൾ നമുക്ക് കൺസർവേറ്റിസം കോൺസെപ്റ്റിൽ വരാവുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആൻറ്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ് ആൻഡ് പ്രൊവൈഡ് ഫോർ ഓൾ പോസിബിൾ ലോസസ്. ആൻറ്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ് ആൻഡ് പ്രൊവൈഡ് ഓൾ പോസിബിൾ ലോസസ്. ഏതാണ് കോൺസെപ്റ്റ്? കൺസർവേറ്റിസം. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. ഏതാണ് കോൺസെപ്റ്റ്? കൺസർവേറ്റിസം. പോളിസി ഓഫ് പ്ലേയിങ് സേഫ്.
Policy of playing safe, conservatism. Stock is valued at cost price or market price, whichever is lower. Conservatism. Stock is valued at cost price or market price, whichever is lower. അല്ലെങ്കിൽ inventory is valued at cost price or market price, whichever is lower. ഏതാണ് കോൺസെപ്റ്റ്? കൺസർവേറ്റിസം. Provision should be given for all possible losses. Provision should be given for all possible losses. Conservatism. Next, materiality concept. It implies that disclosing of items in financial statements in accordance with the relative importance they have. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ നോക്കാം. Account books should not be overloaded with irrelevant facts. Account book should not be overloaded with irrelevant facts. അതേതാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. പൈസ കോളം is eliminated in the books of accounts. പൈസ കോളം is eliminated in the books of accounts. മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. Stock of stationery items are not treated as asset, but it is an expense. Stock of stationery items are not treated as an asset, but it is an expense. എന്താണ് കോൺസെപ്റ്റ്? മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. നെക്സ്റ്റ്, ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്. This principle states that the accounting data provided in the books of accounts should be verifiable and dependable. അപ്പം നമുക്ക് നോക്കാം ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്. Accounting information should be free from bias. Accounting information should be free from bias. ഏതാണ് ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്. Vouchers are the basis for recording a transaction. Vouchers are the basis for recording a transaction. ഏതാണ് കോൺസെപ്റ്റ്? ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്. There must be a source document for every transactions. There must be a source document for every transaction. ഇതെന്താണ്? ഒബ്ജക്റ്റിവിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ കോൺസെപ്റ്റും നോക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വരാവുന്ന ക്വസ്റ്റ്യനുകളും നോക്കി. അപ്പോൾ അക്കൗണ്ടിംഗ് കോൺസെപ്റ്റുകൾ എന്താണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് ലഭിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ഓരോ സെന്റൻസും ഏത് കോൺസെപ്റ്റിലാണ് ഉൾപ്പെടുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുമല്ലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക് യു.